എല്ലാവർക്കും നമസ്കാരം. നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു പുളിങ്കറിയാണ്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. 150 ഗ്രാം കുമ്പളങ്ങ കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കി ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 150 ഗ്രാം മത്തങ്ങ എടുത്തു വെച്ചിട്ടുണ്ട്. അതും കൂടെ നമുക്ക് കുക്കറിലേക്ക് ഇടാം. ഇനി ഇതിനാവശ്യമായ മസാലകൾ ചേർക്കാം. 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, ഒരു കളർ കിട്ടാൻ വേണ്ടിയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇത് 1.5 കപ്പ് വെള്ളമാണ്. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടി ഇടാം. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് മൂടി വെച്ച് ഒരു 2 വിസിൽ വന്ന വരെ വേവിച്ചെടുക്കാം. തീ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടാൽ മതി. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് 2 വിസിൽ. ഇത് തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ 1 കപ്പ് തേങ്ങ ചിരണ്ടി എടുത്തു വെച്ചിട്ടുണ്ട്. അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 3 കഷ്ണം ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞിടാം. കാൽ ടീസ്പൂൺ ജീരകം, 3 പച്ചമുളകുണ്ട്, അതും കൂടി അരിയാം. ഇനി ഇതിനാവശ്യമായ ഞാനിതിന് 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. ഇനി നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കണം. നന്നായിട്ട് അരയണം, ഒട്ടും തരി പാടില്ല. ഇനി നമുക്കിത് അരച്ചെടുത്തുകൊണ്ട് വരാം. ഇതിലോട്ട് ചേർക്കാൻ വേണ്ടി ഞാൻ കുറച്ച് പുളി എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്കൊന്ന് പിഴിഞ്ഞെടുക്കാം. പുളിയൊക്കെ ആവശ്യത്തിന് ചേർക്കണം. ഇനി ഒരു 5 കഷ്ണം ചുവന്നുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. കനം കുറച്ച് അരിയണം. ഇനി കുക്കർ തുറന്ന് നോക്കാം. കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ജാറ് കഴുകി നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിക്കാം. കുറച്ച് കുറുകിയിരുന്നാൽ മതി, ഒത്തിരി ചാറ് വേണ്ട. ഗ്രേവി കുറച്ചിരുന്നാൽ മതി. ഇപ്പോൾ ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഞാൻ ഇതിൻ്റെ കൂടെ ഒഴിച്ചിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നമ്മൾ പിഴിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്ന പുളിവെള്ളം കൂടെ ഒഴിക്കാം. ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതൊന്ന് തിളക്കട്ടെ. ഒന്ന് ജസ്റ്റ് തിളച്ചാൽ മതി, ഒത്തിരി തിളച്ച് പോവണ്ട. ഒത്തിരി തിളപ്പിച്ച് കഴിഞ്ഞാൽ തേങ്ങ പിരിഞ്ഞു പോവും. അവിടെ ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി. 1 ടീസ്പൂൺ ഉപ്പും കൂടി ഇടാം. ആദ്യം നമ്മൾ 1 ടീസ്പൂൺ ഇട്ടായിരുന്നു. 1 ടീസ്പൂണും ഇപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ ഓഫ് ചെയ്യാം. ഇപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. 1.5 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടട്ടെ. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം.
ചുവന്നുള്ളി നന്നായിട്ട് മൂത്ത് വരണം, ചുമന്ന കളറാവണം. ഉള്ളി നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് 2 ഉണക്കമുളക് മുറിച്ചത്, 2 തണ്ട് കരിവേപ്പില, ഇതും കൂടി ഇട്ടൊന്ന് മൂപ്പിക്കണം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവ പൊടിച്ചതും കൂടി ഇടാം. ഇത് നന്നായിട്ട് ഇളക്കിയിട്ട് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ പുളിങ്കറി റെഡി ആയിട്ടുണ്ട്. ചോറിനൊക്കെ കഴിക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയൊരു കറിയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, അഭിപ്രായം പറയണം. അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോയിൽ കാണാം.